എഴുമറ്റൂർ വെച്ചിട്ട് ഈ ആശ്രമത്തിൻ്റെ ഏതോ വാർഷികത്തിൽ ഏതോ ഒരു വ്യക്തി കൊടുത്തു എന്നാണ് പറയുന്നത്. വിദ്യാധിരാജാണ് കൊടുക്കുന്നത്. മറ്റൊരു കഥ കൂടി ഉണ്ട്, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഈ തീർത്ഥപാദ സ്വാമികൾക്ക് അക്കാലത്തെ ആൺപള്ളിക്കൂടവും പെൺപള്ളിക്കൂടവും സംബന്ധിച്ചു. പിന്നെ രണ്ടാമത് അദ്ദേഹം ചെയ്ത വലിയൊരു പ്രവൃത്തി, അക്കാലത്തെ ഈ ചാവം പതാലിൽ വലിയൊരു കാവുണ്ടായിരുന്നു, വലിയ മാരണത്ത് കാവെന്ന് പറയും. ആ മാരണത്ത് കാവ് വെട്ടിക്കളഞ്ഞതിന് ശേഷം അവിടെ കൃഷിസ്ഥലമാക്കി നായർ സമുദായത്തിലുള്ള വ്യക്തികളെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത് തീർത്ഥപാദ സ്വാമികളായിരുന്നു. അതുവരെ അവർ കൃഷിയിലൊന്നും താല്പര്യം കാണിക്കത്തില്ലായിരുന്നു. അപ്പോൾ വാഴൂർ പ്രദേശത്തെ നായർ സമുദായത്തിലെ ആളുകൾ കൃഷിയിലേക്ക് വരാൻ കാരണം തീർത്ഥപാദ സ്വാമികളാണ്. അദ്ദേഹം അങ്ങനെ സ്കൂൾ സ്ഥാപിച്ചു, ആൾക്കാരെ കർഷകരാക്കി. പിന്നെ വാഴൂർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന 2 ഡോക്ടർമാരെ കൊണ്ടുവന്നു കൊടുങ്ങൂര്. അതാണ് അന്ന് കടിയാവുള്ള ഡോക്ടർ, ഇതൊക്കെ അറിയായിരിക്കും. വാഴൂർ നമ്മുടെ കടിയാവുള്ള കോഴഞ്ചേരിക്കാരനായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു ഡിസ്പെൻസറി, ഇവിടെ ഉണ്ടായിരുന്നു തമ്പിയുടെ അമ്മായിച്ചൻ താമരന്നായിരുന്നാലും കമ്പൗണ്ടറാണ്. വലിയ ഉടുപ്പൊക്കെ ഇട്ട് അന്നേരം അന്നത്തെ കമ്പൗണ്ടറാണ് സ്വദേശി തമ്പിയുടെ അമ്മായിച്ചൻ. ശരി, മറ്റൊരു കമ്പൗണ്ടറാണ് പിൽക്കാലത്ത് ഡോക്ടറായ മറ്റേ ഷെഡ്യൂൾ കാശിപ്പെട്ട കൊടുമുറയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വരുന്ന കമ്പൗണ്ടർ. പിൽക്കാലത്ത് അദ്ദേഹം ഡോക്ടർന്ന് അറിയപ്പെട്ടത്. ഞാനൊക്കെ ഡോക്ടറാകുന്ന കാലത്ത് എന്നേക്ക് മുമ്പ് ഡോക്ടറായ ആളാണ് അന്നത്തെ കമ്പൗണ്ടർ. പിന്നെ രണ്ടാമതൊരു ഡോക്ടർ കൂടെ ഉണ്ട്, നമ്മുടെ കൊടുങ്ങൂർ അല്ല കോളേജിലേക്ക് പോകുന്ന വഴിക്ക് അഞ്ചനാടോ അവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ഇങ്ങനെ LMB-കാരാണ്, മറ്റേ MBBS കാരനാണ്, ജോർജോ. ആ ഒരു അറിയാം സ്ഥലം. നമ്മൾ കൊടുങ്ങൂരുന്ന സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വലതുവശത്ത് ഒരു ചെറിയ പേടിയൊക്കെ ആയിട്ട് അവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിനൊക്കെ ചേർത്ത് അത് തന്നെ. അങ്ങനെ MBBS ആയിരുന്നു. അങ്ങനെ MBBS മറ്റേത് LMB. അതന്നെ. അപ്പൊ ഈ 2 പിന്നെ ആശുപത്രികളും തുടങ്ങാൻ കാരണം തീർത്ഥപാദ സ്വാമികളാണ്. അദ്ദേഹമാണ് ഇതിനൊക്കെ കാരണക്കാരനായത്. അപ്പോൾ അദ്ദേഹം ആൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങി, പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങി, അവിടെ പോസ്റ്റ് ഓഫീസ് തുടങ്ങി. തീർത്ഥപാദം പുരോന്നൊക്കെ കൊടുത്ത പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ആ പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം അന്ന് കുതിരോട്ടത്ത് സ്കൂളും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വാഴൂരുള്ള ആളുകളെ ഈ തീർത്ഥപാദ സ്വാമികൾക്കും അല്ല ചട്ടമ്പി സ്വാമികൾക്കും ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും ഉള്ള ഒരു വലിയ ന്യൂനത എന്ന് പറഞ്ഞാൽ അവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവരെ നേടിയില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനുള്ള കഴിവ് കുറവുണ്ടല്ല, പക്ഷെ അന്ന് അതൊരു മ്ലേച്ഛ ഭാഷയാന്നുള്ള രീതിയിൽ പഠിക്കരുതെന്നായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തീർത്ഥപാദ സ്വാമികളും ഇംഗ്ലീഷ് പഠിച്ചില്ല. പിൽക്കാലത്ത് വരുന്ന വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികളൊക്കെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതുകൊണ്ട് ആദ്യകാലത്തെ ഇംഗ്ലീഷ് സ്കൂളുകളെ സ്ഥാപിച്ചില്ല. എന്നാൽ തീർത്ഥപാദ സ്വാമികളുടെ ശിഷ്യയായിരുന്ന ഒരു ശ്രീമതി കെ ചിന്നമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, കെ ചിന്നമ്മ. ഇവർ വളരെയേറെ അറിയപ്പെടുന്ന വാഴൂരിൻ്റെ നവോത്ഥാന നായികരാണ്. ഇവിടെ വാഴൂരിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. വാഴൂർ ആശ്രമത്തിൽ പോലും ഇവരുടെ ഒരു ഫോട്ടോ ഇല്ല. ആദ്യകാലത്തെ ഈ ജീവചരിത്രത്തിലുണ്ടായിരുന്ന 2ാമത്തെ എഡിഷനിൽ ഈ ഫോട്ടോ പോലും ഇല്ല. ഇവരാണ് ശ്രീമതി ചിന്നമ്മ എന്ന് പറയും, ശ്രീമതി ചിന്നമ്മ. ഇവർ തിരുവനന്തപുരത്ത് ചെന്നിട്ട് അവിടെ ഒരു മഹിളാ മന്ദിരം തുടങ്ങും. ആ മഹിളാ മന്ദിരം വളരെ പ്രശസ്തമായതിനെ തുടർന്ന് ഇദ്ദേഹത്തിനെ ഇവരെ മഹിളാ മന്ദിരം ചിന്നമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും രസകരമായ സംഗതി, ഇവരെ വാഴൂർ കുതിരവട്ടം സ്കൂളിലെ ഒരു ഓല കെട്ടിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാൻ ശ്രമിച്ചു. അത് അക്കാലത്തെ നമ്മുടെ പ്രമാണിമാർ ഇത് പോയി തീ വെച്ചു കളഞ്ഞു. അങ്ങനെയാണ് വാഴൂരിലെ പ്രമാണിമാരെ ഇംഗ്ലീഷ് സ്കൂളിന് തീ വെച്ചു. ആ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്നത് ഈ ശ്രീമതി ചിന്നമ്മ തുടങ്ങിയതാണ്. ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നുള്ളതാണ്, മ്ലേച്ഛ ഭാഷയാണ്, പഠിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇവർ പിൽക്കാലത്ത് പോയി ട്രിവാൻഡ്രത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്ത്രീയായിരുന്നു. അവർ പിൽക്കാലത്തെ തീർത്ഥപാദ സ്വാമികളുടെ ശിഷ്യയായി മാറുകയായിരുന്നു.